നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടരാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട്. പൊതുവെ നോക്കുമ്പോഴത്തേക്ക് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൂറ് ആ തരത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ അനുകൂല സമയം. പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഉന്മേഷവും സന്തോഷവും ഉണ്ടാകുന്നതോടൊപ്പം ഒരു എനർജി നമുക്ക് മൊത്തത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ലഭിക്കാനും മുന്നോട്ട് പോകാനുള്ള ഒരു വഴി വെട്ടി തുറക്കാനും ഈ യാത്രകൾ നമുക്ക് ഉപകരിക്കും. വീട്ടിലെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, അതായത് റിപ്പയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ, ഒരു സൈഡിൽ ഒരു കെട്ടിയിറക്കി ഒരു റൂം കെട്ടുക, മേളിൽ കെട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയാക്കുക, അതിന് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. അതിൽ വാസ്തുദോഷങ്ങൾ വരാതെ ഒന്ന് നോക്കി അതിൻ്റെ അളവും കാര്യങ്ങളും കണ്ടുകൊണ്ട് ചെയ്യണം. അത് മാറ്റത്തിൻ്റെ ഒരു നല്ലൊരു തുടക്കം തന്നെയായിരിക്കും ഈ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. പുതുതായിട്ടുള്ള വാഹനം മാറ്റാനോ ചേഞ്ച് ചെയ്യാനോ പുതുതായിട്ടുള്ള വാഹനം വാങ്ങാനോ ഉദ്ദേശിക്കുന്നെങ്കിൽ അനുകൂല സമയം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് താല്പര്യപ്പെട്ട അതിൻ്റെ എൻട്രൻസ് കോച്ചിങ് മറ്റ് കാര്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചോളം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ട് വരാനും അഡ്മിഷൻ ഓക്കെ ആവാനും ദൈവാധീനം കൊണ്ട് കാണുന്നുണ്ട്. ഇവിടെ വിഘ്നേശ്വര ഭഗവാനെ നമ്മൾ ഭക്തിപൂർവ്വം ആചരിച്ച് പൂജിച്ച് കൊണ്ടാൽ മറ്റ് വിഘ്നങ്ങളൊന്നും ഭഗവാന്റെ അനുഗ്രഹത്താൽ വരാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള അനുകൂല സ്ഥിതി ഉണ്ടാകും. കാർത്തിക മുക്കാൽ രോഹിണി, മകയിരത്തര, ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടണമെന്നില്ല. അതിനെ സംബന്ധിച്ചുള്ള നമ്മൾ ദുഃഖിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ കാര്യമില്ല. അതോടൊപ്പം ജാമ്യ വ്യവസ്ഥയിൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലോ അത് ചിലപ്പോഴും നമുക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വായ്പാ സംബന്ധം, ചിട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടേതായിട്ടുള്ള ഒരു നിരുത്സാഹം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ട് നമുക്കത് പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു പോകും എന്നുള്ള യാഥാർത്ഥ്യം. ഇവിടെ ബന്ധങ്ങൾ വഷളാവാതെ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി നടക്കാനും നടത്താനുമുള്ള ഒരു നയം രൂപീകരിച്ച് വാശി, നമ്മുടെ നിർബന്ധ ബുദ്ധി ഇവിടെ ഒഴിവാക്കി മുന്നോട്ട് പോയാൽ പറ്റൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ നമുക്ക് ഗുണപ്പെടും. അത് നമുക്കോ മറ്റാർക്കെങ്കിലോ നടന്നാൽ അതുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് സഹായവും ഗുണവും സാമ്പത്തിക മെച്ചവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇവിടെയും പ്രത്യേകിച്ച് നോക്കുമ്പോഴത്തേക്ക് ഗുരുവിൻ്റെയും ശനിയുടെയും മൗഢ്യപാപസ്ഥിതി, ബന്ധനദോഷം വരാൻ പാടില്ല. ഗുരുവിൻ്റെ മാറ്റം അത് ഗുണകരമായിട്ട് അനുകൂലമായിട്ട് വരാൻ ഈശ്വരാധീനത്തിന് വേണ്ടി സുബ്രഹ്മണ്യ ഭഗവാന്, മുരുകസ്വാമിക്ക് പാലഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. വെള്ളിയാഴ്ച തുറമോ അല്ലെങ്കിൽ പക്ക പിറന്നാളിലോ പാലഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ദൈവാധീനം അനുകൂലമാവും. മകീരത്തര, തിരുവാതിര, പുണർതത്തിൽ മുക്കാൽ, മിഥുനരാശി. കലാപരമായിട്ടുള്ള ഫീൽഡിൽ, കായികപരമായിട്ടുള്ള ഫീൽഡിൽ ശോഭിക്കാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള നിഷ്ഠയോടുകൂടി സാധനയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ നല്ല ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് തിളങ്ങാനും അതനുസരിച്ച് നമ്മുടെ പെർഫോമൻസിൽ വിജയിക്കാനും ദൈവാധീനം തുണയായിട്ട് കാണുന്നുണ്ട്. അത് കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിന്ന് ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് വിഭാഗമായിരുന്നാലും പാട്ട് അല്ലെങ്കിൽ നൃത്തം അല്ലെങ്കിൽ ഡ്രോയിങ്, ആ തരത്തിൽ ശോഭിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ നല്ല സാഹചര്യം കാണുന്നുണ്ട്. കായികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നോക്കുമ്പോൾ അതനുസരിച്ചുള്ള പ്രാക്ടീസ് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവിടെ ഫുഡ് കൺട്രോൾ ചെയ്യണം. അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും ഒരു നിഷ്ഠ വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഗുരുത്വത്തോടു കൂടി കാര്യങ്ങളും കൊണ്ടുപോകാം. ഇവിടെയും ഭഗവതി കടാക്ഷത്തിന് ദുർഗാദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്താൽ ഒരു പരിധിവരെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് വരുന്ന അസൂയ, ദൃഷ്ടി, വിളിദോഷം മൂലമുള്ള ശാപപാപ ബന്ധനങ്ങൾ നമുക്ക് നെഗറ്റീവ് ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ സഹായം രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ വിശേഷമാണ്. പുണർതത്തിൽ കാൽ പൂയം, ആയില്യം, കർക്കിടക രാശി. കർക്കിടക രാശിക്കാരിൽ ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെ വരയ്ക്കുന്നുണ്ട് കുറേ കാലമായിട്ട്.
കാരണം ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാത്തതിനുള്ള അസൂയയും വൈരാഗ്യവും നമുക്കെതിരായിട്ടുണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ ചിലപ്പോൾ മുമ്പ് കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ബന്ധനം സ്ത്രീശാപം പോലെ, ശത്രുദോഷം പോലെ, വിളിച്ചപേക്ഷ പോലെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് മറന്നുകൂടാ. ആവക ശാപപാപ ശത്രുദോഷങ്ങൾ, ചെയ്ത്ത് ദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെയോ നമ്മളെ വീട്ടുകാരെയോ ബാധിക്കാതിരിക്കണം. പ്രത്യേകിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനം കൊണ്ട് തട്ടിമാറിപ്പോയി എന്നുള്ള യാഥാർത്ഥ്യം. അത് വീഴ്ച, ആക്സിഡൻറ്റ് വരെ ദൈവാധീനം കൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ കടന്നുപോയി. ഇവിടെ മഹാസുദർശന കവച യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. മഹാസുദർശന കവച മന്ത്രം ഒരു ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയം. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി. ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ഗൃഹത്തിനകത്ത് ഓരോരോ തരത്തിലുള്ള നെഗറ്റീവ്സ്, ചില്ലുടയുക, പടത്തിൻ്റെയോ അലമാരയുടെയോ മുഖം നോക്കുന്നതോ ജനലിൻ്റെയോ, അത് നിരന്തരം ചില്ലുടയുന്നത് ദോഷലക്ഷണങ്ങളാണ്. ആ ഉടഞ്ഞ ചില്ലിരിക്കുന്നത് ഒരു മൂദേവി പോലെയാണ്. അത് മാറ്റിയിടുന്നത് ഉചിതമാണ്. നിരന്തരം അഗ്നിദോഷങ്ങൾ ഉണ്ടാകുക, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അരി വടിക്കുമ്പോഴോ ആ തരത്തിലുള്ള അഗ്നിദോഷ പാപങ്ങൾ ഇനിയും ആവർത്തിക്കാൻ പാടില്ല. അതോടൊപ്പം നമ്മളെ ബാധിക്കേണ്ടതായിട്ടുള്ള ദോഷങ്ങൾ വളർത്തു മൃഗത്തിലടിച്ച് ചത്തുപോവുക. യഥാർത്ഥത്തിൽ നമ്മളെ ബാധിക്കേണ്ട ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ വീഴ്ചകളോ ആയിരിക്കാം. അത് നമ്മുടെ പെറ്റ്, വളർത്ത് മൃഗങ്ങളെ, അത് നായയായിരുന്നാലും പൂച്ചയായിരുന്നാലും പശുവായിരുന്നാലും കോഴിയായിരുന്നാലും ശരി തന്നെ, അത് ആ തരത്തിൽ ചത്തുപോയിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആ നെഗറ്റീവ് നമ്മളെ വിട്ട് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വക പ്രശ്നങ്ങൾ വീണ്ടും നമ്മളെ അലട്ടാതെ ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടി ഈ രുദ്രേശ്വരി കവചിത മന്ത്രം ജപിച്ച് അത് കലശത്തിലാക്കി കന്നി രാശിയിൽ സ്ഥാപിക്കുന്നത് ഒരു പ്രൊട്ടക്ഷന് തുല്യമായിരിക്കും നമ്മുടെ വീട്ടിലും വീട്ടിലുള്ളവർക്കും. മഹാരുദ്രേശ്വരി കവചിത മന്ത്രം. ഉത്രതിമുക്കാലത്തം ചിത്തിരത്തര, കന്നിരാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ സന്താനഭാഗ്യത്തിൽ തടസ്സങ്ങളുണ്ടായി. 2 വർഷമായി 4 വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാതെ സങ്കടപ്പെടുന്നവരെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് ഒരു ഫാമിലി ദുഃഖമായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, പല ട്രീറ്റ്മെൻറ്റ് IVF വരെ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എന്നിട്ടും ഒരു ഫലം ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ. ഇവിടെ ഗൃഹത്തിൽ വ്രതശുദ്ധിയോടുകൂടി സപ്തശുദ്ധി പൂജ ചെയ്ത് ഭാഗ്യസൂക്ത ഹോമം നടത്തി ആ ഹോമാഗ്നിയിൽ നിന്നും കിട്ടുന്ന സംഭാരം സേവിച്ചു കഴിഞ്ഞാൽ ഉത്തമ സന്താനയോഗം, പുത്രീ ഭാഗ്യയോഗം, ഉത്തമ സന്താന ഭാഗ്യയോഗം അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വരാധീനം. ഇത് വ്രതശുദ്ധിയോടുകൂടി ഈ ഭാഗ്യസൂക്ത ഹോമം ചെയ്യണം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതോടൊപ്പം 2ാം വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം, പാർട്ട്ണർ മരിച്ചുപോയി അല്ലെങ്കിൽ ഡിവോഴ്സായി ആ തരത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, ലീഗലായിട്ട് പ്രോബ്ലം ഇല്ലാത്തവരെ സംബന്ധിച്ചോളം, ശരിയായിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണർ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചോളം, നമ്മുടെ വീടും നമ്മുടെ സാഹചര്യം നമ്മുടെ കുടുംബമായിട്ട് യോജിച്ച് പോകുന്ന ഒരു നല്ല ബന്ധം അത് വരാനും അത് ഉറയ്ക്കാനും, പ്രത്യേകിച്ച് നമുക്ക് താല്പര്യവും നമ്മളുടെ ഉത്സാഹവും ഉണ്ടെങ്കിൽ വരുന്ന 3 മാസത്തിനകത്ത് അനുകൂലമാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മുടെ താല്പര്യവും നമ്മുടെ ആവശ്യവും നമ്മളുടെ ഉത്സാഹവും പോലെ ഇരിക്കും എന്നുള്ളതാണ് സത്യം. ഒന്നും തനിയെ വന്ന് കയറില്ല, നമ്മളും കൂടി അതിന് വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട് അതിനു വേണ്ടി ഇറങ്ങണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ശിവഭഗവാൻ മഹാരുദ്രന് അഭിഷേകം അല്ലെങ്കിൽ ജലധാര 3 തിങ്കളാഴ്ചയെങ്കിലും ചെയ്യുന്നത് വളരെ ഗുണപ്രദമാകും, യാതൊരു സംശയമില്ല. ചിത്തിരത്തര, ചോതി, വിശാഖത്തി മുക്കാൽ, തുലാം രാശി. ഈശ്വര കടാക്ഷം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുള്ളത് രമ്യമായിട്ട് പുറത്തൊരു സെറ്റിൽമെൻറ്റിലേക്ക് പരിഹരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെറിയൊരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ള രീതിയിൽ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീർപ്പുണ്ടായി മുന്നോട്ട് പോകാൻ ദൈവാധീനം അനുകൂലമാണ്. ഗൃഹത്തിനകത്ത് ഓരോരോ പ്രശ്നങ്ങളെ ചൊല്ലി, നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയായിരിക്കാം
തർക്കങ്ങൾ, വാശികൾ, വൈരാഗ്യങ്ങൾ, ദേഷ്യങ്ങളുണ്ടാകും. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം. എന്നാൽ പുറത്തൊക്കെ വലിയ കാര്യങ്ങളും വലിയ ഉത്സാഹവും പരസ്പര സഹായവും കാര്യങ്ങളും. പക്ഷേ വീട്ടിലെ കാര്യത്തിൽ എൻ്റെ ഭാര്യ, എനിക്കെൻ്റെ കുട്ടികൾ, കുടുംബം എന്നുള്ളൊരു ഉത്തരവാദിത്വം പലപ്പോഴും കുറയുന്നുണ്ടോ എന്നുള്ള. തിരിച്ചും അതുപോലെ എൻ്റെ ഹസ്ബൻഡ്, എനിക്കെൻ്റെ പിള്ളേർ, കുടുംബം എന്നുള്ള രീതിയിൽ ഇത് ഓരോരോ തരത്തിലുള്ള ഒരു ന്യായവും നീതീകരണവും കണ്ടെത്തി ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുന്നത് ഉചിതമായിരിക്കില്ല. അത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കും എന്നുള്ളതാണ് സത്യം. ഇത് ശരിയാക്കിയെടുക്കണം, നമ്മുടെ ആവശ്യമാണ്. കുടുംബത്തിലെ സന്തോഷവും നല്ല രീതിയിലുള്ള അഭിവൃദ്ധിയും സ്നേഹവും വിശ്വാസവും ആത്മാർത്ഥതയും വീണ്ടെടുക്കുന്നതിന് നമ്മളായിട്ട് ഉത്സാഹിക്കണം. ഇവിടെ കുടുംബ വരദേവതയ്ക്ക് അതിനുള്ള പരിഹാര പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് പഞ്ചമ ഉപചാരം ചെയ്ത് സമർപ്പിക്കുക. ഗൃഹാന്തരീക്ഷം പഴയ രീതിയിൽ തിരിച്ചു വരാൻ ദൈവാധീനം അനുകൂലമാകും. കുടുംബ ദേവാലയത്തിൽ അതിൻ്റെയുള്ള പ്രായശ്ചിത്ത പരിഹാരങ്ങൾ ചെയ്യേണ്ടത് ഉചിതമായിട്ടുള്ള സമയം. വിശാഖത്തിൽ കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി. ഇവിടെ പിതൃപൂജകൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്നത് ഉചിതമാണ്. അതിൽ ലക്ഷ്മീനാരായണ പൂജയും തിലഹോമവും ചെയ്തിട്ട് ത്രിഭൂഷണ സമർപ്പണം, ചന്ദ്രക്കല ശിവന്, താലി ദേവിക്ക്, ഭഗവതിക്ക് സമർപ്പിച്ചതിന് ശേഷം വിഷ്ണു ഭഗവാന് നാമവും സമർപ്പിച്ച് തിലഹോമം ചെയ്ത് പാൽപ്പായസം ചെയ്താൽ എന്നെ മറന്നു എന്നുള്ള ചോദ്യം മാറും. ആഗ്രഹ നിവൃത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപപാപ ബന്ധന ദോഷങ്ങൾ പൂർവീയമായിട്ടുണ്ടെങ്കിൽ അതും പരിഹരിച്ച് ഈ പ്രായശ്ചിത്തത്തിൽ നമുക്കോ നമ്മുടെ തലമുറയ്ക്കോ അത് ഗുണകരമായിട്ട് വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിലെ ഒരു കുഞ്ഞിൻ്റെ ദുർമൃതി ശാപദോഷങ്ങൾ അത് അമ്മ വഴിയോ അച്ഛൻ വഴിയോ കന്യാവിൻ്റെ, ആൺകന്യാവും പുരുഷകന്യാവും അല്ലെങ്കിൽ പെൺകന്യാവും, അതിന് പഞ്ചകന്യാ സമർപ്പണം ചെയ്ത് പട്ടും കരിവളയും ചെപ്പും പൊട്ടും നടക്കി വെച്ച് ഭഗവതിക്ക് ഉപചാര സമർപ്പണം ചെയ്ത് കുങ്കുമം നടക്കി വയ്ക്കുക. ഭഗവതി കടാക്ഷം, ഈ കന്യാവിൻ്റെ ദോഷങ്ങൾ എന്നെ മറന്നു എന്നുള്ള ചോദ്യം മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത് പലപ്പോഴും ഗൃഹത്തിൽ മംഗല്യ തടസ്സം, ജോലി തടസ്സം, വിദ്യാഭ്യാസ കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടാകാതിരിക്കുക, ഇതൊക്കെ ഈ കന്യാവിൻ്റെ ശാപപാപം ഒരു കാരണമാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തൃപ്തിപ്പെടുത്തി അനുകൂലമാക്കി നമുക്ക് തുണയാക്കി നിർത്തുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. അതിന് യാതൊരു സംശയമില്ല. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് മാറണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. താല്പര്യവും ആവശ്യവും ഉണ്ടെങ്കിൽ ഒരു മാറ്റം കൊണ്ട് അത് ഗുണകരമായിട്ട് വരും. തൊഴിൽ മേഖലയിൽ ഈ വരുന്ന സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി പുതിയൊരു ഓപ്പർച്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഷഫ്ലിങ്ങിൽ ന്യായമായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രമോഷനും സാമ്പത്തിക മെച്ചവും ഗുണകരമായിട്ട് വരും. പലപ്പോഴും നമ്മളുടെ നീതിയും ന്യായവും മറന്നുകൊണ്ട് ഒരു കോക്കസിൻ്റെ കളിയും നുണയും പാരവയ്പ്പും ജോലി സ്ഥലത്ത് കുറേ അനുഭവിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സമാശ്വാസമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിർത്തിയിട്ട് കളഞ്ഞിട്ട് വരണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്കുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഒരു 3 വർഷത്തേക്ക് നമുക്ക് വളരെ പ്രൊട്ടക്ഷനോടുകൂടി നമുക്കവിടെ നിൽക്കാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. കുറച്ച് സഹിച്ച് ക്ഷമിച്ച് പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയുടെ ഈ സമയത്ത് ധരിക്കുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും അതിൻ്റെയുള്ള എനർജി പോസിറ്റീവായിട്ട് പ്രദാനം ചെയ്യും. ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. അത് പഠിത്ത കാര്യത്തിലായിരുന്നാലും തൊഴിൽ കാര്യത്തിലായിരുന്നാലും വിസിറ്റിംഗ് എടുത്ത് പോയി തൊഴിൽ തേടുന്ന കാര്യത്തിലായിരുന്നാലും ബിസിനസ്സിൻ്റെ കാര്യത്തിലായിരുന്നാലും വിദേശ യാത്ര ഈ മകര രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റാണ്. പോസിറ്റീവായിട്ടുള്ള ടേണിംഗ് പോയിൻ്റാണ്, യാതൊരു സംശയമില്ല. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ചില ചലഞ്ചസും ബുദ്ധിമുട്ടും വരാനുള്ള സാധ്യത ഈ വരുന്ന 3 മാസം കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അനുകൂല സമയമാണ്. അതോടൊപ്പം പുതുതായുള്ള ഗൃഹം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പ്ലാനിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തി രണ്ടാമത്തെ പ്ലാനിൽ ഉണ്ടാക്കുന്ന ഇത് വാസ്തുദോഷങ്ങൾ തീർത്തുള്ള പ്ലാനായിരുന്നാൽ, പ്രത്യേകിച്ച് നമ്മളൊരു വീടിൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 50 വർഷത്തേക്കാണ്, നമ്മുടെ തലമുറയ്ക്കും കൂടെ വേണ്ടിയിട്ട്. അപ്പോൾ ആ വീടിൻ്റെ സങ്കല്പത്തിൽ നമ്മളതിന് ഇറങ്ങി തിരിച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിൽ കിട്ടേണ്ട സാമ്പത്തികം അല്ലെങ്കിൽ വായ്പ തടസ്സങ്ങളൊക്കെ മാറി വിജയിക്കാൻ പറ്റുന്ന സമയമാണ്.
ഈ ചിങ്ങമാസത്തിനകത്തെങ്കിലും ഒരു കല്ലിടിൽ ചടങ്ങ് നടത്തി അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ് കൊടുത്ത് അല്ലെങ്കിൽ പണി തുടങ്ങാനുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നത് ഉചിതമാകുന്നു. ഇവിടെ ശനിയുടെ രാഹു ബന്ധനദോഷം അത് പാപദൃഷ്ടിയായിട്ട് നമുക്ക് ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എള്ളുകിടി നീരാഞ്ജനം ശനിദോഷം അകറ്റാൻ അത് ശാസ്താവിന് അയ്യപ്പസ്വാമിക്ക് 8 ശനിയാഴ്ച അഷ്ടനീരാഞ്ജനമായിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അവിട്ടത്തര ചതയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി. ഇവിടെ നോക്കുമ്പം ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് നമ്മൾ ചലഞ്ചസിൻ്റെ പ്രശ്നമുണ്ട്. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ തന്നെയും പുതുതായിട്ടുള്ള ഒരു സംരംഭം കൂടി ഇതോടൊപ്പം ചേർത്ത് ബിസിനസ് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. പാർട്ട് ടൈമായിട്ട് തൊഴിലോ അല്ലെങ്കിൽ ബിസിനസ്സോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് ഓൺലൈൻ ബിസിനസ്സിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം വളരെ നല്ല വിജയപ്രതീക്ഷ ഉണ്ട്. മുന്നോട്ട് പോയാൽ ഒരു വർഷത്തിനകത്ത് തന്നെ അതിൻ്റെ നേട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബപരദേവതയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമ്മളുടെ സങ്കല്പവും സമർപ്പണവും പങ്കും വ്യക്തമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഏതെങ്കിലും ഒരു വിഷയത്തിനോ പേപ്പറിനോ കുറച്ച് ചലഞ്ചസോ ബുദ്ധിമുട്ടോ അരിയർ വരുമോ എന്നുള്ള ഡൗട്ടോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. രാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുകയും സാരസ്വത അരിഷ്ടം ശിവഭഗവാനിൽ സമർപ്പിച്ച് പൂജിച്ച് കഴിക്കുകയും ചെയ്യുന്നത് മനസ്സിൻ്റെ ധൈര്യവും കോൺഫിഡൻസും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എനർജിയും പ്രദാനം ചെയ്യും. രാജരാജേശ്വരി കവചിത മന്ത്രം ധരിക്കുക, സാരസ്വത അരിഷ്ടം ശിവഭഗവാനിൽ വെച്ച് പൂജിച്ച് സേവിക്കുക, നല്ല മാറ്റം ഉണ്ടാകും. പൊരുരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി. ഈശ്വര കടാക്ഷ സാന്നിധ്യം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യപാപദൃഷ്ടിയും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഗുരുവിൻ്റെ വ്യാഴത്തിൻ്റെ മാറ്റം വളരെ ഗുണപ്പെടുന്ന യോഗം കാണുന്നുണ്ട്. പക്ഷെ അതനുസരിച്ചുള്ള പ്ലാനിങ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ അനുകൂലമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ പലതും വരുന്നു, ഉറയ്ക്കുന്നില്ല, അങ്ങനെ നീണ്ടു പോകുന്നവരെ സംബന്ധിച്ചോളം നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ബന്ധം ഉറയ്ക്കാനും അത് നടക്കാനും ദൈവാധീനം കാണുന്നുണ്ട്. ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ചില പ്രശ്നങ്ങൾ, അത് വസ്തു സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ, അതിര് സംബന്ധമായിട്ടുള്ള വഴി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ തർക്കങ്ങളുണ്ടെങ്കിൽ അതൊരു വൈരാഗ്യവാശി കൂട്ടിക്കൊണ്ട് പോകാതെ സംയോജിതമായിട്ട് കാര്യങ്ങൾ തീർത്ത് ന്യായമായിട്ടുള്ള രീതിയിൽ ഒരു വിട്ടുവീഴ്ചയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സൂര്യൻ്റെയോ ശുക്രൻ്റെയോ കാലഹോര പുറപ്പെട്ടാൽ ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും. പ്രധാനപ്പെട്ട മീറ്റിങ്ങിന് മറ്റു കാര്യങ്ങൾ പോകുമ്പം ഈ കാലഹോര ഗണനം അനുസരിച്ച് പുറപ്പെട്ടാലും മാറ്റം ഉണ്ടാകുമെന്നുള്ളത് ശുഭകരമായിട്ടുള്ള തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. എല്ലാവർക്കും